കാര്യം പറഞ്ഞു യൂട്യൂബ് വീഡിയോ തന്നെ. അപ്പുറത്തെ ഒരു ശിക്കാര ബോട്ട് എടുത്തിട്ട് കൈനഗിരിക്ക് പോവാണ് കേട്ടോ. കൈനഗിരിയിൽ എന്താണെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ശിക്കാര ബോട്ടിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ആലപ്പുഴ ആ കാണുന്നതാണ് കേട്ടോ ബോട്ട് ജെട്ടി. നമ്മുടെ ആലപ്പുഴ വിവിധ സ്ഥലങ്ങളിലോട്ട് പോണ ബോട്ട് ജെട്ടിയാണ് കാണുന്നത്. സർക്കാരിൻ്റെ ബോട്ടുകളൊക്കെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടിക്കറ്റൊക്കെ അവിടെയാണ്. ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ആലപ്പുഴ തന്നെയാണുള്ളത്. ഇന്ന് നമ്മൾ ശിക്കാര ബോട്ട് എടുത്തിട്ട് ആലപ്പുഴയിൽ കറങ്ങാൻ പോവാണ്. ഒരു 3 മണിക്കൂറാണ് നമ്മൾ കായലിൽ വീണ്ടും കറങ്ങാൻ പോണത്. നമ്മൾ ഇതിനു മുമ്പ് പോയ റൂട്ട് തന്നെയാണ്, എങ്കിലും കണ്ടു നോക്കാം. നമ്മളപ്പോൾ ശിക്കാര ബോട്ടിലുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ആഫ്രിക്ക ഉണ്ട്. അപ്പോൾ ആഫ്രിക്ക ഫാമിലി, നമ്മുടെ ഫാമിലി. നമ്മൾ വീണ്ടും പുന്നമടക്കായൽ, വേമ്പനാട്ട് കായൽ അങ്ങനെ യാത്ര ചെയ്യാണ്. ഒരു 3 മണിക്കൂർ യാത്രയാണ്. അപ്പോൾ ഈ യാത്രയ്ക്ക് എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, എന്തൊക്കെ ആവശ്യമുണ്ട്, എത്ര രൂപയാവും, ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തുതരാം. ഞങ്ങൾ പോകുന്നത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് മണിക്കൂറിനാണ് ചാർജ്. നമ്മൾ 3 മണിക്കൂറാണ് എടുത്തിരിക്കുന്നത്. അതിന് ഉള്ള ചാർജൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിന് നമുക്കൊരു പ്രൈവസി ഉണ്ട്. കാരണം ഞങ്ങൾ 2 ഫാമിലീസ് മാത്രമേ ഉള്ളൂ ഇതിൽ, ഈ ശിക്കാര ബോട്ടിൽ. ഇവിടെ പലതരത്തിലുള്ള ബോട്ടുകൾ നമുക്ക് ലഭിക്കും. ഓരോന്നിനും ഓരോ ചാർജാണ് കേട്ടോ. ഹൗസ് ബോട്ട് അല്ലാതെ തന്നെ നമുക്ക് പോകാനായിട്ട് പറ്റും. അതിന് നമ്മൾ മുൻകൂർ ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആലപ്പുഴ ബോട്ട് ജെട്ടിക്ക് അടുത്ത് തന്നെ നമുക്ക് ശിക്കാര ബോട്ടൊക്കെ കിട്ടും. ആലപ്പുഴ ബോട്ട് ജെട്ടി എന്ന് പറയുന്നത് KSRTC സ്റ്റാൻഡിൻ്റെ അടുത്താണ് കേട്ടോ. ഇതിന് മണിക്കൂറിന് വെച്ചിട്ടാണ് ചാർജ് ഈടാക്കുന്നത്. നമുക്കിപ്പോൾ 3 മണിക്കൂറിന് 2000 രൂപയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. 3 മണിക്കൂർ. ഞങ്ങൾ കൈനഗിരിക്കാണ് ഇതിൽ പോകുന്നത്. നമ്മൾ ബോട്ടിൽ ഇപ്പോൾ പോകുമ്പം കാണുന്ന ഈ ബോട്ടുകളൊക്കെ ഇതേപോലെ സർവീസുള്ളതാണ്. ഓരോരുത്തർക്ക് വിളിച്ച് എവിടെ വേണേൽ യാത്ര ചെയ്യുക കായലിലൂടെ. ഓരോന്നിനും ഓരോ ചാർജുകളാണ്. സീറ്റിംഗ് കപ്പാസിറ്റി, അതിൻ്റെ ഫെസിലിറ്റീസൊക്കെ വ്യത്യാസം ഉണ്ടാവും. കായലിലൂടെ നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും എവിടേക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാം. ഇന്നലെ നമ്മൾ സീ കുട്ടനാട് ബോട്ടിലോട്ട് യാത്ര ചെയ്തത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്നാണ് സീ കുട്ടനാട് ബോട്ട് എടുക്കുന്നത് കേട്ടോ. സീ കുട്ടനാട് ഇതാ നമ്മൾ ഇന്നലെ പോയ സാധനം സീ കുട്ടനാട്. ആരാ പറഞ്ഞേ? ഞാൻ അതിന് ചിത്രം അടക്കാണ്ട് എടുത്തത്. എഴുതി വെച്ചോക്ക് നോക്കും. ഇന്നോടാ പറയാം AC എന്ന് പറഞ്ഞു. നമ്മളെ യാത്ര ചെയ്യുമ്പോൾ 2 സൈഡിലും ഇങ്ങനെ ബോട്ടുകൾ കാണാം കേട്ടോ. ഒരുപാട് ബോട്ടുകളുണ്ട്.
കേരള സർക്കാരിൻ്റെ ഒരുപാട് ബോട്ടുകൾ ഇതിൻ്റെ സർവീസ് നടത്തുന്നതാണ്. അങ്ങനെ ബോട്ടുകൾ സർവീസ് നടത്തുമ്പോൾ നമുക്ക് ഇടയ്ക്ക് സ്റ്റോപ്പുകളിൽ ഇറങ്ങാനും കയറാനും. കോഴിക്കോട് വയനാട് കയറാനും ഇറങ്ങാനുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ ബസ് സ്റ്റോപ്പ് പോകാൻ ബോട്ട് ചെക്ക് ചെയ്യാൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നിരുന്നു, ഹൗസ് ബോട്ടുകളൊക്കെ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. എല്ലാ ഹൗസ് ബോട്ടുകളും ഉണ്ട്. ഒരു സിംഗിൾ ബെഡ്റൂം തൊട്ടിട്ട് ഒരു 12 ബെഡ്റൂം വരെയുള്ള ബോട്ടുകൾ ഇവിടെ ലഭ്യമാണ്. ഓരോന്നിനും ഓരോ ചാർജാണ്. വലിയ വലിയ ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ട്. AC ഉണ്ട്, നോൺ AC ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഹൗസ് ബോട്ടുകളുടെ ഒരു അടുത്തു നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ഈ റൂട്ടിന് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് ഇത്രയും വിശദമായിട്ട് അത് കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. നെഹ്റു പവലിയൻ, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ഫിനിഷിംഗ് പോയിന്റിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ പവലിയൻ, ഇവിടെയാണ് നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടാവുക കേട്ടോ. VIP അത് അവിടെയാണ് കാണാനായിട്ട് വന്നിരിക്കുക. അതിൻ്റെ ഫിനിഷിംഗ് പോയിൻ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെഹ്റു ട്രോഫി സ്റ്റാർട്ടിങ് അവിടുന്നല്ലേ? സമയത്ത് ഈ ഹൗസ് ബോട്ടുകളൊക്കെ ഇവിടുന്ന് ഒഴിവാക്കും കേട്ടോ. 2000-ഓളം ഹൗസ് ബോട്ടുകൾ ഈ ഭാഗത്തുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ആ നിൽക്കുന്ന യാത്രക്കാരൊക്കെ ഹൗസ് ബോട്ടിലോട്ട് വന്നവരാണ്. 12 ബെഡ്റൂമുകളുണ്ട്. അത് ശരി. ഒരു ബെഡ്റൂം മുതൽ 12 ബെഡ്റൂം വരെയുള്ള ബോട്ടുകളാണ് ആ കാണുന്ന സ്ഥലത്ത് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ് നെഹ്റു ട്രോഫിയുടെ വള്ളംകളി സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ? ആണല്ലേ? ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ട്. ഈ കാണുന്ന ഒക്കെ ഹൗസ് ബോട്ടുകളാണ്. പുന്നമടക്കായൽ. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പുന്നമടക്കായലിലൂടെയാണ്. ഇന്നലെ നമ്മൾ കുട്ടനാട് ബോട്ടിൽ യാത്ര ചെയ്ത് കൂടെ തന്നെ കേട്ടോ. പുന്നമടക്കായൽ ഇതിൽ തന്നെ. ആ കാണുന്നതൊക്കെ ഹൗസ് ബോട്ടുകളാണ്. അങ്ങ് ദൂരെ കാണുന്നത് വീടുകളല്ല, ഹൗസ് ബോട്ടുകളാണ്. ഇവിടെ വള്ളംകളി നടക്കുന്ന സമയത്ത് ഈ ഹൗസ് ബോട്ടുകളൊക്കെ ഇവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിടും. വെള്ളത്തിലൂടെ ഒഴുകുന്ന കൊട്ടാരങ്ങളാണ്. ഇതില്ലേ ആ പോകുന്നൊരു 3 ബെഡ്റൂമിൻ്റെ ബോട്ടാണ്. ഹൗസ് ബോട്ടാ. 3 ബെഡ്റൂം ഇല്ല. കയറിയുണ്ട് ഇന്നലെ. ഇത് ഐലൻഡ് അല്ലേ? ഇതാണ് നെഹ്റു ട്രോഫി ബോട്ട് ജെട്ടി. മറ്റൊരു കാഴ്ച ഉണ്ടോ? ഈ കായലിന് നടുവിൽ കുറച്ച് സ്ഥലം നല്ല പുല്ലൊക്കെ, പച്ചപ്പുൽ മേട് പോലെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. അതിൽ കുറച്ച് വശം മാത്രം ചുറ്റും വെള്ളമാണ്. ഒരു ദ്വീപ് പോലെ ഒരു സ്ഥലമാണത്. ദൂരെ കാണുന്ന റിസോർട്ടുകളാണ്. മുൻ മന്ത്രി തോമസ് ചാണ്ടിയുടെ റിസോർട്ടുകളാണ് കാണുന്നത്. കുറേ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ കായലിനോട് ചേർന്ന്. ആ ബോട്ടിൽ വലിയ വഞ്ചി, വലിയ രണ്ട് ലോറി. റൂമാണ് സുഖല്ലേ?
അതാണല്ലേ സർക്കാർ ബോട്ട്. അങ്ങനത്തെ ബോട്ടുകളാണ് സർക്കാർ ബോട്ടുകൾ. ഈ കൈനഗിരി, കുട്ടനാട് അങ്ങനത്തോട്ടൊക്കെ സർവീസ് നടത്തുന്ന സർക്കാർ ബോട്ടാണ് ആ പോകുന്നത്. ആ തിരക്കായിരിക്കും അല്ലേ? എൻ്റെ സാരഥി ചേട്ടനാണ്, നമുക്കെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെ ചേട്ടാ? ബിജു. ബിജു ചേട്ടൻ ചേട്ടനാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് സ്വന്തം സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി സ്വന്തം പോയിട്ട് ഓരോ വീടുകൾക്കുള്ള സ്റ്റെപ്പ് ആണ് കടവ്. ഇവിടെയൊക്കെ നമുക്ക് ബൈക്ക് സ്കൂട്ടർ ഉള്ള പോലെ ഒരുപാട് തോണികളായിരിക്കും കേട്ടോ ആൾക്കാർക്കുള്ളത്. നമ്മൾ ഈ പോണ വഴിക്ക് ഒരു വശത്ത് ഫുള്ളായിട്ട് വീടുകളാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഓരോരുത്തർക്ക് ബൈക്കും കാറും ഒക്കെ ആണെങ്കിൽ ഇവിടെ ഓരോ വീടിന് മുന്നിലും തോണിയും വള്ളങ്ങളൊക്കെയാണ് ഉള്ളത്. നെടുമുടി ആലപ്പുഴ യാത്രാ ബോട്ടാണിത്. ആ കാറിന്റെ മറ്റൊരു ബോട്ട്. നമ്മളീ പോണ റൂട്ട് മൊത്തം ഇതേപോലെ പണ്ട് സർവീസ് നടത്തിയിരുന്ന കേട്ടോ. ബോട്ട് സർവീസ് സ്ഥിരമായിട്ടുണ്ടായിരുന്ന റൂട്ട് കൂടിയാണ് നമ്മുടെ യാത്ര. എവിടേക്കോ വിറക് കൊണ്ടുപോകാൻ വേണ്ടി കെട്ട് വെച്ചേക്കാണ്. മരം മുറിച്ച് കയറ്റുക. ഹൗസ് ബോട്ട് അമ്പുജാഷ്. അതാ ആടപ്പരം പറഞ്ഞു. ഇതേപോലത്തെ ഒരെണ്ണാണ്, പക്ഷെ അതിനെ കുറച്ച് വലുതാ. അതൊരു പാലാണേ. പോണ റൂട്ട് കൊല്ലം റൂട്ടാണ് കേട്ടോ. കൊല്ലം നമ്മളിപ്പോൾ തിരിച്ചിങ്ങോട്ടാണ് പോകുന്നത്. ഇത് ചെറിയ കൈത്തോട് പോലത്തെ സ്ഥലങ്ങളാണ്. ഇവിടെ എന്താ ഓളം കൂടുതലുണ്ട് വെള്ളത്തിന്. ആ അതെ അതെ. ഇവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ പണിയുന്നത്. പില്ലർ വാർത്തിട്ട് അതിൻ്റെ മുകളിൽ വീട് പണിയും. നമ്മൾ പോണ ചാലിൻ്റെ അപ്പുറത്തൊക്കെ വയലുകളാണ് കേട്ടോ. വെള്ളം നിറഞ്ഞെടുക്കുകയാണ് ഇവിടുത്തെ വയലുകളൊക്കെ. ഇങ്ങോട്ടൊരു ഹൗസ് ബോട്ട് വന്നോണ്ട്. ആ കയറുണ്ടാക്കിയിട്ടാണ് വീഡിയോ എടുത്ത് ഞാൻ മറന്നു. കയർ മാറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കയർ മാറ്റ് ഇതൊക്കെ ഇവിടുത്തെ ഹാൻഡ് വൈഡാണ്. കയറ് ഇത് കയറിൻ്റെ മാറ്റാ. ആ അതെ, നമ്മുടെ അടുത്തോട്ട് ഹൗസ് ബോട്ട് വന്നു. ഒരു മെയിൻ കൃഷി എന്ന് പറയുന്നത് താറാവ് കൃഷിയാണ്. നല്ല താറാവുകൾ കണ്ട. ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് താറാവിനെ കാണുന്നത്. കുട്ടനാടാണ് ഏറ്റവും കൂടുതൽ താറാവുകളെ കാണാൻ കഴിയുക. കൃഷികളാണ് ഈ കാണുന്നത്. ഫുൾ നെൽകൃഷികളാണ് അവിടെ കാണുന്നത്.
ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ ഐലൻഡുകളാണ്. അതും 15 വർഷം മുമ്പ് 10-35 വർഷം മുമ്പ് ഇതിലൊക്കെ ആൾതാമസം ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അവിടെ എന്തൊരു ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ. കായലിലൂടെയുള്ളൊരു യാത്ര നല്ല അടിപൊളി യാത്രയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും, അറിയാത്ത കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും കഴിയും. നമ്മളങ്ങനെ യാത്ര ചെയ്തിട്ട് ഒരു ഷാപ്പിലോട്ട് എത്തിയിരിക്കുകയാണ്. ആലപ്പുഴ വന്നിട്ട് ഷാപ്പിലെ വന്ന് അവിടുത്തെ രുചികൾ അറിഞ്ഞില്ലേ എന്താണല്ലേ. ആ വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.